ഈശോയ്ക്കും മാതാവിനും സ്തുതി. എൻ്റെ പേര് അശ്വതി. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 29/12/2023 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനു മുമ്പ് പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു. അപ്പം വേറൊരു ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യായിരുന്നു. മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാൻ ഫാർമസി പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് മാതാവ് നല്ലൊരു സ്ഥലത്ത് ജോലി തന്നു. പക്ഷേ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു. 2 ബസ് കയറിയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. തണുപ്പടിച്ച് കഴിയുമ്പോൾ നീർക്കൊട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. അപ്പോൾ ഞാൻ മാതാവിനോട് അത് പ്രാർത്ഥിച്ചുള്ളൂ, നിയോഗം വെച്ചില്ല. മാതാവേ എനിക്ക് ജോലി എളുപ്പമാക്കി തരണം, ഇങ്ങനെ 2 ബസ് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ദൂരെ തന്നെയായിട്ട് 15 രൂപ പോയിൻറ്റിൽ അതേ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ മറ്റൊരു കട തുടങ്ങി. അങ്ങോട്ടേക്ക് ആദ്യം എന്നെ വിടുന്ന് തീരുമാനിച്ചില്ലായിരുന്നു, വേറെ ആളെ തീരുമാനിച്ചിരുന്നത്. അപ്പോഴും ഞാൻ മാതാവിനോട് വന്ന് പറഞ്ഞു, എന്നെ അങ്ങോട്ടേക്ക് വിടാൻ മാതാവ് സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പുള്ളി ഇങ്ങോട്ട് വന്ന് എന്നോട് പറഞ്ഞു, അശ്വതി അങ്ങോട്ട് മാറിക്കോ, ഇയാൾക്ക് അവിടെയാണെങ്കിൽ എളുപ്പമാണ്, പോയി വരാൻ എളുപ്പമല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ജോലിസ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ആദ്യം മാതാവിനോട് പറയും. അതിപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ആദ്യം മാതാവിനോട് പറയും. പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം പേടിക്കും, ഒന്നും സംസാരിക്കില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് നല്ല ധൈര്യമുണ്ട്. ആദ്യം ഞാനത് മാതാവിനോട് പറയും. എന്നിട്ട് മാതാവ് എന്താ വെച്ചാൽ ചെയ്തോ, തീരുമാനിച്ചോ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ പോലും ഞാൻ മാതാവിനോടാണ് പറയുന്നത്. എനിക്കിത് വേണമെന്ന് ആഗ്രഹമുണ്ട്, അതെനിക്ക് നല്ലതാണോ എന്നറിയില്ല, മാതാവ് തീരുമാനിച്ച് എനിക്ക് നൽകിയാൽ മതി എന്നേ ഞാൻ പറഞ്ഞിരുന്നത്. അടുത്ത സാക്ഷ്യം എൻ്റെ മോനാണ്. അവന് ജനിച്ചപ്പം മുതൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു. അപ്പോൾ വേഗം അസുഖങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് തണുപ്പൊക്കെ അടിക്കുമ്പോൾ ചുമയും പനിയൊക്കെ വന്നാൽ മാറില്ല, ആൻറ്റിബയോട്ടിക് എടുത്താലേ മാറുമായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, ഇവനെ ഞാൻ ജപമാല റാലിക്ക് കൊണ്ടുവന്നോളാം, അപ്പോൾ ഇവൻ്റെ അസുഖം മാറ്റി കൊടുക്കണേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജപമാല റാലിക്ക് ഞാൻ ഇവനെ കൊണ്ടുവന്നു. അപ്പോൾ വന്നപ്പോഴും ഇവന് പനി മാറിയേ ഉണ്ടായിരുന്നുള്ളൂ, ചുമ ശരിക്കും മാറിയിട്ടുമില്ല. പക്ഷെ ജപമാല റാലി മുടക്കണ്ടെന്ന് കരുതി ഞാൻ മോനെ കൊണ്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു, ജപമാല റാലിക്ക് പ്രാർത്ഥിച്ച് നടന്നു. കുറച്ചൊക്കെ അപ്പോൾ അവൻ ക്ഷീണിച്ചെങ്കിലും പയ്യെ പിന്നെയും എൻ്റെ കൂടെ നടക്കും, പ്രാർത്ഥിച്ച് നടക്കും. അതിനുശേഷം പിന്നെ ഇതുവരെ അവന് പനിച്ചിരുന്നില്ല. പനി പിന്നെ വന്നിട്ടേ ഇല്ല. ചിലപ്പോൾ വല്ല ചുമയും വന്നാലേ ഉള്ളൂ, അതും വേഗം മാറുകയും ചെയ്യും. പിന്നെ ഇതുവരെ ആൻറ്റിബയോട്ടിക് അവൻ എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി, മറന്നുപോയിരുന്നു. ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞ കാരണം എനിക്ക് അന്നേരം ആ സമയത്ത് അത് ഓർമ്മ വന്നില്ല. പക്ഷെ ഞാനത് ഓർക്കാതെ മറന്നുപോയതാ. പക്ഷെ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മനസ്സിൽ വിചാരിച്ചു, സാരമില്ല ഇനിത്തെ പ്രാവശ്യം പറയാം എന്ന് വിചാരിച്ചു. ഞാൻ മാപ്പ് പറഞ്ഞില്ല പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അന്ന് പനിച്ചു. അപ്പം ഞാൻ രാത്രി മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ സാക്ഷ്യം പറയാൻ ഓർത്തില്ല, എന്നോട് ക്ഷമിക്കണം, ഇനി സാക്ഷി ഞാൻ പറയുമ്പോൾ അത് പറഞ്ഞേക്കാം, ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പിട്ട് ഇവന് വെള്ളം കൊടുത്തു. അന്ന് പിറ്റേ ദിവസം പനി നിന്നു, പിന്നെ പനിച്ചില്ല. പിന്നെ ഇതുവരെയും പനി ഒന്നും ഉണ്ടായിട്ടില്ല. ആസനത്തിൽ വരുന്നത് ആദ്യം എൻ്റെ അച്ഛനങ്ങനെ മാതാവിന് ഇഷ്ടക്കുറവൊന്നുമില്ല, മകയ്ക്ക് പള്ളികളിലൊക്കെ പോവും. പക്ഷെ ഇവിടെ വരുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു ആദ്യം. അപ്പം ഞാൻ ഉപവാസം എടുക്കുമ്പോൾ എന്നെ വഴക്കുറിയും, എന്തിനു ഉപവാസം എടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്കുറിയായിരുന്നു. അപ്പം ഞാനത് കാര്യമാക്കില്ല, ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവിനോട് അന്നേരം ഞാൻ പറയും, ഞാനായിട്ട് ഒന്നും പറയില്ല, മാതാവായിട്ട് മാറ്റിയാൽ മതി, ഞാനൊന്നും പറയില്ല, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നീട് പയ്യെ മാറ്റം വന്നു തുടങ്ങി. വീട്ടിലിപ്പോൾ നോൺ വെജ് മേടിക്കുകയാണെങ്കിൽ ആദ്യം അച്ഛൻ എന്നെ വിളിച്ച് ചോദിക്കും, നിനക്കിന്ന് ഉപവാസം ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയുവാണെങ്കിൽ പറയും, എന്നാൽ നാളെ മേടിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. പിന്നെ പള്ളിയിൽ വരുന്നതിന് രാവിലെ എന്നെ ബസ് കയറാനായിട്ട് ടൗണിൽ അച്ഛൻ എന്നെ കൊണ്ടുവന്ന് വിടുന്നത്. വരാൻ നേരത്ത് ഞങ്ങൾക്ക് മാതാവിൻ്റെ അടുത്ത് വയ്ക്കാൻ പൂമാല മേടിക്കാനൊക്കെ പൈസ തരും, പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞ് നേർച്ചയിടാനൊക്കെ പൈസ തരും. പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വന്നിരുന്നില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവിനോട്, ഞാനൊരു കാര്യവും പറഞ്ഞ് ചെയ്യിക്കില്ല, മാതാവ് ഇടപെട്ട് ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛന് തന്നെ തോന്നി, ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു ഞാനും വരാൻ കൂടെ എന്നും പറഞ്ഞ്. ഇന്ന് ഞാനും അച്ഛനും മോനും എല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അവിടെ കുർബാനയുടെ സമയത്ത് അച്ഛൻ അവിടെ നിൽക്കണ്ടായിരുന്നു. ഇതുവരെ അച്ഛൻ അങ്ങനെ പള്ളി കയറി ഒരുപാട് നേരം നിൽക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇന്നാദ്യമായിട്ട് അങ്ങനെ കുറേ നേരം നിന്നു.
പിന്നെ അത് മാതാവ് അച്ഛന് കൊടുത്തൊരു വലിയ മാറ്റമാണ്. പിന്നെ ഞാൻ ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് എന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉള്ളതനുസരിച്ച് ഞാൻ കൊടുക്കും. അതുപോലെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിസ്റ്റർമാർ കിടപ്പ് രോഗികളെ നോക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ പോവാറുണ്ട്. അവിടെ അവരുടെ ഒപ്പം വർത്തമാനം പറഞ്ഞിരിക്കും, ഭക്ഷണം കഴിക്കാൻ പോവും. ക്രിസ്മസിന് ഈസ്റ്ററിനൊക്കെ അവരുടെ അടുത്ത് പോവാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത് ഞാൻ വീടുകളിലൂടെ കയറിയാണ് കൊടുക്കുന്നത്. നടന്നു പോയി കൊടുക്കും, ദൂരമൊന്നും നോക്കൂല. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സമയം അനുസരിച്ചായിരിക്കും, എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് ഞാൻ പത്രം കൊടുക്കുന്നത്. അത് നടന്നാൽ ഞാൻ കൊടുക്കുന്നത്. എത്ര ദൂരമാണെങ്കിലും ഞാൻ നടന്നാൽ കൊടുക്കൂ. അപ്പോൾ പത്രം കൊടുക്കുന്ന ദിവസം ഞാൻ ഒന്നും കഴിക്കാതെ പോയിട്ട് അത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം പോലും കുടിക്കുള്ളൂ. അതൊക്കെ മാതാവ് എനിക്ക് തന്നൊരു ശക്തിയാണ്. നേരത്തെ ഭക്ഷണം കഴിക്കാതിരുന്ന ഇച്ചിരി നേരം പോലും കഴിക്കാതിരിക്കാൻ പറ്റാത്ത എനിക്ക് ഇപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലൊരു ബുദ്ധിമുട്ടും തോന്നില്ല. ആത്മീയ കാര്യങ്ങളിൽ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അത് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഞാൻ പള്ളിയിൽ പോയാലും ചുമ്മാ മാതാവിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നല്ലാതെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ എപ്പോഴും മാതാവിനെ ഇങ്ങനെ നോക്കിയിരിക്കും. ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ പോലും ഞാൻ മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന രീതിയിലാണ് ഞാൻ നടക്കുന്നതും സംസാരിക്കുന്നതും. ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ ഉടമസ്ഥൻ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. ആരുമില്ലാത്തപ്പോൾ ഞാനപ്പോൾ അവിടെ പോയിരുന്ന് വർത്തമാനം പറയും മാതാവിനോട്. എനിക്ക് ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ മാതാവിനോട് ദേഷ്യപ്പെടും. സങ്കടം വന്നാൽ ഞാൻ സങ്കടപ്പെട്ട് പറയും. സന്തോഷം ഉണ്ടെങ്കിൽ ആദ്യം ഓടിപ്പോയി പറയുന്നു മാതാവിനോടായിരിക്കും. ശരിക്കും ഒരു കൂട്ടുകാരിയെ പോലെയാണ് മാതാവ് എനിക്കിപ്പോൾ. അത്രയ്ക്കും കൂട്ടായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു മാസത്തെ പത്രം കിട്ടിയില്ലെങ്കിലോ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, ഈ മാസത്തെ പത്രം എനിക്ക് കിട്ടിയില്ലല്ലോ, വരാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് അന്നേ ദിവസം വൈകുന്നേരത്തിനുള്ള പത്രം കിട്ടും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം തിരുവചനം. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയുടെ നാമം പ്രഘോഷിക്കപ്പെടുന്ന എല്ലായിടങ്ങളിലും അവിടുത്തെ നാം മഹത്വീകരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അശ്വതി എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ യാതൊരു യോഗ്യതകളുമില്ലാതെയാണ് മകൾക്ക് തൻ്റെ ജോലിയിൽ നിന്നുള്ള സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റം കൊടുത്തത് എന്ന് മകൾ ഏറ്റുപറയുകയുണ്ടായി. തനിക്ക് ആ സമയത്ത് ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ മകൾക്ക് നൽകിയത്. അതുപോലെ തന്നെ മകൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള പനിയും ചുമയും മാറാതെ വന്നപ്പോൾ ഇവിടെയുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അതിന് സൗഖ്യമുണ്ടായി എന്നും ഈ മകൾ ഏറ്റുപറയുന്നു. എല്ലാറ്റിനുമുപരി 5 വർഷക്കാലമായിട്ടാണ് ഈ മകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശോയോടുള്ള സ്നേഹവും വാത്സല്യവും പരിശുദ്ധ അമ്മയോടുള്ള ഒരു വലിയ അകമഴിഞ്ഞ സ്നേഹവും വാത്സല്യവും ഈ മകൾക്കുണ്ട്. എപ്പോഴും പരിശുദ്ധ അമ്മയെ നോക്കിയിരിക്കുവാനും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയോട് യഥാസമയം പറയുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതെല്ലാം ലഭിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവിശേഷം ഈ മകൾക്കുണ്ട്. കാരണം ഈശോ തന്നെ നമ്മോട് പറയുന്നുണ്ട്, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നടക്കുന്നത് ഉടമ്പടിയുടെ ഒരു സമയച്ചുരുക്കത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് അഭിഷേകമാണ് ലഭിക്കേണ്ടതെന്ന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതത്തിൽ അങ്ങയോട് കാണിക്കേണ്ട ദൈവസ്നേഹത്തിന് ഉപോൽപ്പന്നമായ അഭിഷേകം നൽകണമേ എന്ന്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉറപ്പാണ്. പക്ഷേ ഉടമ്പടി ജീവിതം മുന്നോട്ട് വയ്ക്കേണ്ടത് അഭിഷേകത്തിലാണ് ചെന്നവസാനിക്കേണ്ടത്. ആത്മാർത്ഥതയോടുള്ള സ്നേഹത്തിലാണ്. അതാണ് ഇറ്റേണിറ്റി, നിത്യതയിലേക്കുള്ള ജീവിത കാൽവെപ്പ് എന്ന് പറയുന്നത്.
ഉടമ്പടിയിലെ ദൈവിക കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈശോയെ സ്നേഹിക്കണം, ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും കൈപിടിച്ച് നടത്തും. അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നത് അമ്മയിലേക്കല്ല, ഈശോയിലേക്കാണ്. ഇവിടെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൂർണ്ണമായ സ്നേഹം നമുക്ക് അനുഭവിക്കുവാനും അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അശ്വതിക്കും കുടുംബത്തിനും കുഞ്ഞിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.